സ്ത്രീകളുടെ ഒരു സാന്നിധ്യം BJP പൊതുവെ ഇച്ചിരി കുറവാണ്. അത് സ്ത്രീകളുണ്ടല്ലേ, മഹിളാ നേതൃത്വം വളരെ കുറവായിരുന്നു. ഇപ്പൊ കയറി വരുന്നുണ്ട്. ഓക്കെ, അതിനുവേണ്ടി എന്തൊക്കെയാണ് ധാരാളം സ്ത്രീകൾക്ക് ഇപ്പൊ അവസരം കൊടുത്തല്ലോ ഞങ്ങള്. നല്ല നല്ല സ്ത്രീകൾ ധാരാളമായിട്ട് കയറി വരുന്നുണ്ട്. പിന്നെ പാർട്ടിക്കകത്ത് ഞങ്ങൾ കൊടുത്തത്ര റെപ്രസെൻറ്റേഷൻ ആര് കൊടുത്തിട്ടുണ്ട്? ഇത് ആരും ചർച്ച ചെയ്യുന്നില്ല. ഞങ്ങൾ പാർട്ടിയെ 30 ജില്ലാ ഘടകങ്ങളായി വിഭജിച്ചപ്പോൾ 4 ജില്ലാ പ്രസിഡന്റുമാർ ഞങ്ങൾക്ക് CPM കോൺഗ്രസിന് സ്വപ്നം കാണാൻ കഴിയുമോ? 4 ജില്ലകളെ നയിക്കുന്നത് ഞങ്ങൾക്ക് സ്ത്രീകളാണ്. കാസർഗോഡ് ഞങ്ങൾക്ക് ഏറ്റവും ശക്തിയുള്ള ജില്ലകളിലൊന്നാണ്, അറിയാലോ. വെറും ശക്തിയുള്ള ജില്ലയല്ലോ, അവിടെ നയിക്കുന്നത് ഞങ്ങളുടെ വനിതാ നേതാവാണ്. തൃശ്ശൂരിൽ ഗുരുവായൂർ, കുന്നംകുളം അടക്കമുള്ള ഏറ്റവും പ്രബലമായ ജില്ല ഞങ്ങൾ നയിക്കുന്നത് വനിതയാണ്. കൊല്ലത്ത് ഞങ്ങളുടെ പിന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രദേശം കൊട്ടാരക്കര അടക്കമുള്ള ആ റീജിയൻ ജില്ല നയിക്കുന്നത് വനിതയാണ്. 4 ജില്ലകൾ ഞങ്ങൾക്ക് 4 ജില്ല. മലപ്പുറം ജില്ലയിൽ ഞങ്ങളുടെ കോസ്റ്റൽ ബെൽറ്റ് ഏറ്റവും നല്ല സ്വാധീനമുള്ള ജില്ല ഞങ്ങൾ നയിക്കുന്ന വനിതയാണ്. 4 ജില്ലാ പ്രസിഡന്റ്. പാർട്ടിക്കകത്ത് 1/3 സംവരണം ഞങ്ങൾ കൊടുക്കുകയാണ്. ഞങ്ങൾ മാത്രമേ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് പാർട്ടിക്കകത്ത്, ബാക്കി എല്ലാവരും പറയും പുറത്ത്, അകത്തില്ല. ജനറൽ സീറ്റിൽ ഏറ്റവും കൂടുതൽ വനിതകൾ ഈ തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ബോഡി നിർത്തിയിരിക്കുന്നത് BJP ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ അവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ച സമയത്ത് കുറച്ച് വിവാദങ്ങളുണ്ടായിരുന്നല്ലോ. ഓഫ് കോഴ്സ് താങ്കളുടെ ഒരു പ്രശ്നം അതിനകത്ത് കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ സുരേഷ് ഗോപിയുടെ ജയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുറകെയാണല്ലോ മാധ്യമങ്ങളെല്ലാവരും. അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും, കുറ്റങ്ങളും, കുറവുകളെല്ലാം കണ്ടുപിടിച്ച് പെരുപ്പിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളൊരു രീതിയിൽ പോകുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. അതേസമയം ചില പ്രയോഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രയോഗങ്ങളൊക്കെ നമുക്കും എത്ര ഇഷ്ടമുള്ള ഒരാൾക്കാണെങ്കിൽ പോലും ദഹിക്കാത്ത കുറേ പ്രയോഗങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സിനിമാ നടൻ എന്നുള്ള ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒരു രാഷ്ട്രീയക്കാരനായി മാറിയപ്പോഴത്തേക്കിനും അദ്ദേഹത്തിന് അത് ബാക്ക് ഫെയർ ചെയ്യുന്നതായിട്ട്. അങ്ങനെയല്ല. സുരേഷ് ഗോപി 2 കാരണങ്ങളുണ്ടാവും. ഒന്ന്, സുരേഷ് ഗോപി ജയിക്കില്ലെന്നായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ധാരണ കോൺഗ്രസിനും ലെഫ്റ്റിനും മീഡിയയ്ക്കും. എങ്ങനെയായാലും ഇയാൾ ജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ ജയിച്ചപ്പോൾ അതിനെ ദഹിക്കാൻ പറ്റുന്നില്ല. അത് ഇതുവരെ ദഹിച്ചിട്ടില്ല പല ആളുകൾക്കും. രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഞങ്ങളപ്പോൾ എന്നെയൊക്കെ എന്തെല്ലാം പ്രകോപിപ്പിച്ചാലും എനിക്കറിയാം ഇവരെത്ര പ്രകോപിപ്പിച്ചാലും അതിനെ എങ്ങനെ BJPയിലെ സ്ഥിരമായിട്ടുള്ള നേതാക്കളുടെ അടുത്തൊക്കെ ഈ പണിയൊന്നും അദ്ദേഹം അങ്ങനെയല്ല. അദ്ദേഹത്തിന് കുറച്ചൊരു ഇമോഷണലായിട്ട് ചിലപ്പോൾ പെരുമാറുന്നുണ്ടോ. അതിൻ്റെ കാരണം അറിയോ, നടന്ന് പറയിപ്പിക്കുകയാണ്, ഒരു കാര്യമില്ലാതെ. ഞാൻ ചോദിക്കട്ടെ, സുരേഷ് ഗോപിയെ പോലെ ഇത്രയും നല്ലൊരു പൊളിറ്റീഷ്യൻ അല്ലെ ഇത്രയും നല്ലൊരു ജനപ്രതിനിധി വേറെയുണ്ടോ? ഒരു MP ഫണ്ട് ചിലവഴിക്കുന്ന MPമാരെ ഇവിടെ ഉള്ളൂ. ആ മനുഷ്യന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ നല്ലൊരു ശതമാനം കിട്ടാവുന്ന സഹായങ്ങളെല്ലാം ആൾക്കാരോട് വാങ്ങി എല്ലാം ജനങ്ങൾക്ക് ചെയ്യല്ലേ, എന്തു പറഞ്ഞാലും ഓടിയെത്തല്ലേ. ഇത്രയൊരു ഹൃദയമുള്ള ഒരു ജനപ്രതിനിധി, ഏത് മന്ത്രി ആയാലും ഏത് MP ആയാലും അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള കാര്യങ്ങളല്ലേ. ഇപ്പോൾ കേരളത്തിൽ ആര് വന്നാലും സുരേഷ് ഗോപിക്ക് തോന്നിയാൽ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സഹായിക്കേണ്ടതാണെന്ന് തോന്നിയാൽ എല്ലാം മറികടന്ന് അദ്ദേഹം ചെയ്യുന്നില്ലേ? വേറെ സിനിമാ താരങ്ങൾ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ? ഞാൻ ചോദിക്കട്ടെ, പണം ഒരു ചെറിയ കാര്യമല്ലല്ലോ. അദ്ദേഹത്തിന് കിട്ടേണ്ട പണം അദ്ദേഹം സേവനത്തിന് ഉപയോഗിക്കുന്നില്ലേ? അത്ര ഒരാളെ പിന്നാലെ നടന്ന് ചൊറിയല്ലേ കുറച്ച് ആൾക്കാർ. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹം പറയുമ്പോൾ ഇപ്പം നമ്മുടെയൊക്കെ വന്ന് എത്ര ആക്ഷേപിച്ചാലും നമ്മൾ ചിരിച്ചുകൊണ്ട് മറുപടി പറയും. അങ്ങനെ ഇപ്പോൾ സുരേഷ് ഗോപി മറുപടി പറയണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. അദ്ദേഹം ഒരു കറകളഞ്ഞ രാഷ്ട്രീയക്കാരനൊന്നുമല്ല. അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ്, ഒരു സിനിമാ താരമാണ്, ഒരു സെലിബ്രിറ്റിയാണ്. അദ്ദേഹത്തിന് കഠിനാധ്വാനം കൊണ്ട് ജനപിന്തുണ നേടിയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ വന്ന് ആക്ഷേപിക്കുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ മറുപടി പറഞ്ഞെന്നിരിക്കും. അത്രയും അതിനെ ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളൂ. ഒരു എന്താ പറയുക, എണ്ണം പറഞ്ഞ ഒരു 35-40 വർഷം കേഡറായിരുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല അയാൾ. അതുകൊണ്ട് അദ്ദേഹത്തിനോട് ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിക്കുന്ന നമ്മൾ നടക്കുന്ന കാര്യമല്ല. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. ആ മനസ്സ് വേറെ ഒരു MP ക്കും ഇവിടെ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം.